Watch India's largest kids library only on Jio Hotstar. Download the app now. Hey, John, നിക്ക്. അവനെ പിടിക്കൂ. മോട്ടു പത്ലു, ജോൺ ഓടിപ്പോകുന്നത് കണ്ടില്ലേ? ചെല്ല്, അവനെ പോയി പിടിക്ക്. എന്റെ അമ്മോ, ചായക്കട ചേട്ടാ, ആരാ നിങ്ങളുടെ ചായക്കട നശിപ്പിച്ചത്? ഓ സോറി, അറിയാതെ ഒരു അബദ്ധം പറ്റിയതാണ്. മോട്ടിനു വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷെ നിങ്ങളുടെ സഹായം കാരണം എനിക്കിന്ന് കള്ളനെ പിടിക്കാൻ സാധിച്ചു. താങ്ക് യു ചായക്കട ചേട്ടാ. എന്നെ എന്തിനാ ഇങ്ങനെ കയറി കെട്ടിക്കൊണ്ടുവന്നത്? കള്ളനാണെങ്കിലും എനിക്കുണ്ട് മാനവും അഭിമാനവും ഒക്കെ. എല്ലാം പോയി. ഈ ജോൺ ദ ഡോണിന്റെ എല്ലാം നിങ്ങൾ നശിപ്പിച്ചില്ലേ? ഇങ്ങനെ അഭിമാനം നോക്കുന്ന നീ എന്തിനാണ് പിന്നെ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത്? നീ എനിക്ക് എന്തുമാത്രം വേദന തന്നിട്ടുണ്ടോ അതിന്റെ 100 മടങ്ങ് വേദന ഞാൻ നിനക്ക് തരും. തീർച്ചയായും ജോൺ ഇതിന് പകരം ചോദിച്ചിരിക്കും. കാണിച്ചു തരാം. ദ ഗ്രേറ്റ് ജിങ്കൂര സർക്കസിലേക്ക് സർക്കസ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട്. താമസ സൗകര്യവും ഭക്ഷണവും ഫ്രീ ആണ്. അത് ശരി, ഈ സർക്കസിൽ ചേരുന്നയാൾ പെട്ടെന്ന് തന്നെ കോടീശ്വരനാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരമാണ്. ഫുർഫുറി നഗരത്തിലെ ആർക്കാണ് ഈ ഭാഗ്യം കിട്ടാൻ പോകുന്നത്? ആ സർക്കസ് മുതലാളി എന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുംടാ. എനിക്ക് അതിനുള്ള എല്ലാ കഴിവുണ്ടേ. ഇല്ല, ആ സർക്കസ് മുതലാളി ഞാൻ ചെന്ന് കാണും. നിങ്ങളുടെ ബാലൻസ് കൊള്ളാം. സൂപ്പർ ബാലൻസ്. കമ്പിലൂടെ നടന്നു വന്ന് നിങ്ങൾ ആ പൂച്ചയെ രക്ഷിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. തകർത്തു, തിമിർത്തു. അല്ല, ഞാൻ ആദ്യം പോകുമ്പോ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ വെറും വടിയാണല്ലോ അവിടെ കാണുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആട്ടെ, നിങ്ങളാരാണ്? ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ജിങ്കൂര സർക്കസിന്റെ ഓണർ. സാറായിരുന്നോ നിങ്ങള്? സത്യത്തിൽ ഞാൻ നിങ്ങളെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. ഞാനും അത് വലവീശി അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇപ്പോഴത് കണ്ടെത്താൻ പറ്റിയത്. കൊള്ളാം. ഞാൻ തന്നെ എന്റെ സർക്കസ് മാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നിന്റെ ബാലൻസ് അടിപൊളിയാണ്. നീ എന്റെ സർക്കസ് കമ്പനിയിൽ ജോയിൻ ചെയ്തേ. അതിനെന്താ സാറേ, തീർച്ചയായിട്ടും ആവാം ഞാൻ. കൊള്ളാം. നാളെ മുതൽ നിനക്ക് ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ട്രെയിനിങ്ങിന് വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതി. വേറെ ആരെയും കൊണ്ടുവരരുത്. ഈ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സീക്രട്ടാ. അതുകൊണ്ടാണ്. എന്റെ മോട്ടു, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? കൊരങ്ങനെ പോലെ എന്തിനാ ചാടി കളിക്കുന്നത്? എന്റെ പത്തില് ഒന്നും ചോദിക്കണ്ട. സന്തോഷം കൊണ്ട് എന്റെ കാലുകൾ നൃത്തം ചവിട്ടുകയാണ്. സർക്കസ് മുതലാളി എന്നെ അദ്ദേഹത്തിന്റെ സർക്കസിലേക്ക് എടുത്തു. നാളെ എന്റെ ട്രെയിനിങ് തുടങ്ങും. എന്നാ ഞാനും വരാ. നിന്റെ ട്രെയിനിങ് എന്താന്ന് നോക്കാലോ. വേണ്ട, ആ ട്രെയിനിങ് വളരെ സീക്രട്ടായി നടക്കുന്ന ഒന്നാണ്. സർക്കസ് മുതലാളി ആരുടെ മുമ്പിൽ വെച്ച് അത് പറഞ്ഞു തരൂല. വരൂ ബോട്ടു. ഇപ്പൊ നീ ആ കയറിന്റെ മുകളിലൂടെ നടക്കണം. നീ നന്നായി ബാലൻസ് ചെയ്യാറുണ്ടല്ലോ. ഇതൊക്കെ നിസ്സാര കാര്യം. ഓക്കെ സാർ, ഇപ്പൊ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് വളരെ നിസ്സാരമായ കാര്യമല്ലേ? ഇത്രയും മുള്ളുകളിൽ എവിടുന്നാ പെട്ടെന്ന് വന്നത്? അതൊക്കെ ശരിയാവൂതേ. വേഗം ഇരുമ്പ് കമ്പ് റെഡിയാക്ക്.
ഇതെങ്ങനെയുണ്ട്? ഇതിന്റെ പേരാണ് പകരത്തിന് പകരം. മോട്ടു, ഇത് കൊണ്ടൊന്ന് അവസാനിച്ചെന്ന് വിചാരിക്കണ്ട. നിനക്കിട്ടുള്ള പണി വേറെ വരാനിരിക്കുന്നേ ഉള്ളൂ. കാണിച്ചു തരാം. കൊള്ളാം മോട്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് മടുത്തല്ലേ? ഇനി നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതാ നല്ലത്. ഹോ, നിന്റെ സമ്മതിക്കണം കേട്ടോ മോട്ടു. പുലിയാ നീ. അല്ല ഇതെന്താ മോട്ടു, നിന്നെ ഈ അവസ്ഥയിൽ ആരാക്കിയത്? അതെ പത്തിലു, ആരുമല്ല, ഇത് ട്രെയിനിങ്ങിന്റെ ഭാഗമാ. എന്നാലും മോട്ടു, ഇത് എന്തൊരു ട്രെയിനിങ്ങാ? പത്തിലു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? കഷ്ടപ്പെട്ടാലേ പേരെടുക്കാൻ പറ്റൂ. ആ പേരെടുക്കണമെങ്കിൽ നീ അഭ്യാസങ്ങൾ ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ട്രെയിനിങ് വളരെ നന്നായിരുന്നു. മോട്ടു, ഇന്ന് ഞാൻ നിന്നെ പുതിയൊരു സംഭവം പഠിപ്പിക്കാൻ പോവാ. മരണക്കിണറില് മോട്ടോർ സൈക്കിൾ എങ്ങനെ ഓടിക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. ചെല്ലു മോട്ടു, താഴേക്കിറങ്ങ്. കൊള്ളാം മോട്ടു, കൊള്ളാം. മോട്ടോർ സൈക്കിൾ നന്നായി ഓടിക്കുന്നുണ്ട്. പലക പൊട്ടിയതുകൊണ്ടല്ലേ നീ താഴെ വീണത്. ഇനി നിനക്ക് ഈ മരണക്കിണറിൽ എങ്ങനെയാണ് ചാടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചെലേ. വല്യേട്ടാ, ഇതിന്റെ ഉയരം വളരെ കൂടുതലാണ്. നമുക്ക് ശകലം കുറച്ചാലെന്താ? ഉയരത്തിൽ നീ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല മോട്ടു. വെറും 5 അടി ഉയരത്തിൽ മാത്രം നടക്കാൻ പോകുന്നെന്ന് വിചാരിച്ചാ മതി. Come on, Motu, come on, jump, Motu, come on, come on. മോട്ടു, അയാളിന്റെ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും നിന്റെ ശരീരത്തിൽ എല്ലുകളൊന്നും ബാക്കി ഉണ്ടാവില്ല. ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഞാൻ അന്വേഷിച്ചിട്ട് വരാം. വേണ്ട പത്തിലു, അവനോടൊന്നും ചെന്നൊന്നും പറഞ്ഞേക്കല്ലേ. അയാള് വലിയൊരു മനുഷ്യനാണ്. അയാൾക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, പിന്നെ അയാൾ എന്നെ അവിടുന്ന് പുറത്താക്കി കളയും. അതിനൊക്കെ നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നിനക്ക് അതിൽ ചേരാൻ കഴിയൂ. എന്റെ കഴുത്തിന് കയറും കെട്ടി വലിച്ചിട്ട് പോയതല്ലേ. ഇപ്പൊ അവന് കാര്യം മനസ്സിലായി കാണും. ഇതുകൊണ്ടൊന്നും ഈ ജോൺ അവസാനിപ്പിച്ചിട്ടില്ല. സംഭവങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ജോണിന്റെ കളിയാണോ ഇതൊക്കെ? ഞാൻ അവന് പാഠം പഠിപ്പിച്ചു കൊടുക്കാം. മോട്ടു, ഒന്ന് സമാധാനമായിരിക്കെ. ഞാൻ അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ ഇപ്പൊ കണ്ടോ? എല്ലാം നിർത്തൂ. എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഫുർഫുറെ നഗരത്തിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാസ്റ്റർ സർക്കസ് മാസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അത് സാറേ, താനാണ്. അയാൾ ഒറിജിനൽ ആണ്, ഒറിജിനൽ. അയാൾ എനിക്ക് ട്രെയിനിങ് തന്നോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഞാൻ എങ്ങനെയാ കയറിൽ നടക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിനേക്കാളും കൂടുതലൊക്കെ ഇയാൾക്ക് നല്ലോണം കാണിക്കാൻ പറ്റും. എന്നാ ശരി, ഈ വിദ്യകളൊക്കെ പോലീസ് സ്റ്റേഷൻ അടുത്ത് വെച്ച് തന്നെ കാണിക്കണം. ഈ കയറിന് മീതെ നടന്ന് കാണിക്കൂ. നടന്നോ നിസാറോ, ഞാൻ ഈ കയറിന് മുഴുവൻ കൂടെ ഓടിക്കാണിക്കാം. ഇതൊക്കെ വേറെ ചീള് കേസല്ലേ. ഇതിനാണ് പറയുന്ന അവസരത്തിൽ ഇവൻ ടെസ്റ്റിൽ ഫെയിലായി. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അല്ല ചിങ്ങം സാറേ, ഇയാൾ ഒറിജിനൽ ആണ്. ഇയാള് മരണക്കിണറിൽ മോട്ടോർ സൈക്കിൾ നല്ല അടിപൊളിയായിട്ട് ഓടിക്കും. ഇല്ല ഇല്ല, എനിക്ക് ഓടിക്കാനൊന്നും അറിയത്തില്ല. ഇവ വെറുതെ ഈ പറയുന്ന ടെസ്റ്റിൽ തെളിയിച്ചേ മതിയാവൂ. ഇവിടെ മരണക്കിണറില്ല, പക്ഷേ ഒരു കുഴിയുണ്ട്. അതിന്റെ മീതെ നീ മോട്ടോർ സൈക്കിൾ ഓടിച്ച് കാണിച്ചേ മതിയാവൂ. ചതി
എന്റെ അമ്മോ ഇവിടെ പിടിച്ച് ജയിലിനകത്തിട്. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വേണ്ട വേണ്ട ചിങ്കം സാറേ, ഇയാള് സത്യമായിട്ട് ഒറിജിനലാണ്. നിങ്ങൾ വേണം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് മരണക്കിണറിലുണ്ടായ ഒരു കേടുപാടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇത് ചീറ്റിംഗ്. ഇതൊരു മറ്റേടത്തെ പണിയായി പോയി. എന്ത് ചെയ്യാനാ സാറേ, ഈ ചിങ്കം ഒരു വളരെ ക്രൂരനായ ഇൻസ്പെക്ടറാണ്. ഇനി അയാൾക്ക് നിങ്ങൾ ഒറിജിനൽ ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇടിച്ചിടിച്ച് നിങ്ങളുടെ പരിപ്പെടുത്ത് കളയാ അയാള്. അതുകൊണ്ട് ഈ ഏണിക്കൂടെ മേളിൽ കയറിയിട്ട് നിങ്ങൾ ഈ വെള്ളത്തിലോട്ട് എടുത്ത് ചാടിക്കോ. എന്റെ സാറേ, ഇതൊരു 10 അടി ഉയരമേ ഉള്ളൂ. ഞാനെന്താ മൂന്നാർ എത്തിയോ? മീശ പുലിവലയോ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ചതി. ചിങ്കം സാറേ, നിങ്ങളുടെ എല്ലാ ടെസ്റ്റുകളിലും അയാൾ പങ്കെടുത്തു കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ല, അയാൾ ഒറിജിനൽ ആണ്. സാറേ, ഇവൻ വെറുതെ പറയുന്നതാ. ഇനി ഞാൻ ഒരു ടെസ്റ്റിനുമില്ല, പരിപാടി അങ്ങ് നിർത്തി. സമ്മതിച്ചേക്കാൻ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. എന്റെ പൊന്നു ചിങ്കം സാറേ, പ്ലീസ്. ഞാൻ ജോൺ ദി ഡോൺ. Watch India's largest kids library only on Geo Hotstar. Download the app now.